നീണ്ട ഒരു വർഷം അദ്ദേഹം ഹിംസിൽ താമസിച്ച് തൻ്റെ ഈ നയപ്രഖ്യാപനം നിശബ്ദമായും കർമ്മനിരതമായും പ്രാവർത്തികമാക്കാൻ യത്നിച്ചു. ഈ ഒരു കാലയളവിൽ അദ്ദേഹം കേന്ദ്രത്തിലേക്ക് എന്തെങ്കിലും റിപ്പോർട്ടോ നികുതി വിഹിതമോ അയക്കുകയുണ്ടായില്ല. ഇത് സ്വാഭാവികമായും ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൽ സംശയങ്ങളും ആശങ്കകളും ഉയർത്തി. ഗവർണർമാർ ഭൗതിക സുഖങ്ങളിൽ വ്യാപൃതരാവുന്ന കാര്യത്തിൽ ഉത്കണ്ഠാകുലനായിരുന്നു ഖലീഫ. പ്രവാചകനൊഴിച്ച് മറ്റാർക്കും തെറ്റ് സംഭവിച്ചുകൂടായികയില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്മൂലം പിരിഞ്ഞു കിട്ടിയിടത്തോളം നികുതിയുമായി ഉടനെ തലസ്ഥാനത്തേക്ക് പുറപ്പെടണമെന്ന് കാണിച്ച് ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന് കത്തയക്കാൻ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഗുമസ്തനോട് കൽപ്പിച്ചു. കത്ത് കിട്ടേണ്ട താമസം അദ്ദേഹം ആഹാരസഞ്ചിയും ഭക്ഷണത്തളികയും വുളുവിന് വെള്ളമെടുക്കുന്ന പാത്രവും തോളിലേറ്റി ദേഹരക്ഷയ്ക്കുള്ള ഒരു ആയുധം കയ്യിലേന്തി കാൽനടയായി മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനയിലെത്തുമ്പോൾ അദ്ദേഹം നന്നേ ക്ഷീണിച്ച് വിളറിയിരുന്നു. യാത്രാ ദുരിതങ്ങൾ അദ്ദേഹത്തെ ജീവച്ഛവമാക്കി. ആ ദയനീയ അവസ്ഥ കണ്ട് അമ്പരന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമൈർ, താങ്കൾക്ക് എന്തു പറ്റി? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കൊന്നുമില്ല. ഞാൻ ആരോഗ്യവാനും സന്തുഷ്ടനുമാണ്. ദുനിയാവ് മുഴുവൻ കെട്ടിവലിച്ചാണ് ഞാൻ വന്നത്. എന്തൊക്കെയാണ് താങ്കൾ കൊണ്ടുവന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അദ്ദേഹം പൊതുഖജനാവിലേക്ക് പണം കൊണ്ടുവന്നിട്ടുണ്ടെന്നായിരുന്നു ഖലീഫയുടെ ധാരണ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭക്ഷണസഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഉമൈർ അറിയിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന തളികയും വുളുവിനും കുടിക്കാനും വെള്ളമെടുക്കുന്ന ഒരു പാത്രവുമുണ്ട്. താങ്കൾ നടന്നാണോ വന്നത്? അതേ അമീറുൽ മുഅ്മിനീൻ. ഗവർണറായിട്ട് യാത്ര ചെയ്യാൻ ഒരു മൃഗത്തെ കിട്ടിയില്ലേ? അവർ തന്നില്ല, ഞാൻ ആവശ്യപ്പെട്ടുമില്ല. ബൈത്തുൽ മാലിലേക്ക് താങ്കൾ കൊണ്ടുവന്നത് എവിടെ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം ഞാൻ ഹിംസിൽ ചെന്ന ഉടനെ അവിടുത്തെ നല്ല വ്യക്തികളെ വിളിച്ച് നികുതി പിരിക്കാൻ ഏൽപ്പിച്ചു. അവർ പിരിച്ചു കൊണ്ടുവന്ന നികുതി അവരുമായി കൂടിയാലോചിച്ചു ഞാൻ ന്യായമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്തു. ഈ സമയം ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഗുമസ്തനോട് ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഔദ്യോഗിക കാലാവധി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവെഴുതാൻ നിർദ്ദേശിച്ചു. അത് കേട്ട് ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദയവ് ചെയ്ത് അമീറുൽ മുഅ്മിനീൻ എന്നെ ഒഴിവാക്കി തരണം. ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങയ്ക്കോ അങ്ങയുടെ പിൻഗാമികൾക്കോ വേണ്ടി മേലിൽ ഞാൻ ഗവർണർ ആവുകയില്ല. തുടർന്ന് മദീനയ്ക്ക് വെളിയിലുള്ള ഒരു ഗ്രാമത്തിൽ കുടുംബസമേതം താമസിക്കാൻ അദ്ദേഹം അനുമതി ചോദിക്കുകയും ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് സമ്മതിക്കുകയും ചെയ്തു.